മോനെ, തെറ്റുകുറ്റങ്ങളില്ലാത്ത ജീവിതം ഉണ്ടാവണം. വഴികൾ പേടിപ്പെടുത്തുന്ന വഴികളാണ്. ഏതെങ്കിലും ഒരു തെറ്റിന്റെ കാരണം കൊണ്ടായിരിക്കും ചിലപ്പോൾ ആഖിറത്തിൽ കുടുങ്ങിപ്പോവുക. തെറ്റു കുറക്കണം എന്നല്ല അതിന്റെ അർത്ഥം, തെറ്റുകുറ്റങ്ങളില്ലാത്ത ജീവിതം ഉണ്ടാവണം. അതാണ് നമുക്കുണ്ടാവേണ്ടത്. അള്ളാഹു നമുക്ക് ഹറാമുകളില്ലാത്ത ജീവിതം നൽകുമാറാവട്ടെ. തെറ്റുകുറ്റങ്ങളില്ലാത്ത ജീവിതം. ഗസാലി ഇമാം റഹിമഹുല്ലാഹ് പറഞ്ഞല്ലോ, ഇബാദത്ത് ചെയ്യാൻ ചിലപ്പോൾ മനുഷ്യന്മാർക്ക് കഴിയുമായിരിക്കും, പക്ഷെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അള്ളാഹിന്റെ ഇഷ്ടക്കാർക്ക് മാത്രമേ കഴിയുള്ളൂ. അതാണ്. ചിലപ്പോ പഴയ കാലത്ത് അപേക്ഷിച്ച് പുതിയ കാലത്ത് നന്മകൾ കൂടുതൽ കാണുന്നുണ്ടാവുമായിരിക്കും. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കുറച്ച് അധ്വാനിക്കണം. അള്ളാഹുവിന്റെ സിദ്ദീഖീങ്ങൾക്ക് മാത്രമേ അത് കഴിയുള്ളൂ. നമുക്ക് പൊതുവേ ഉള്ള ഒരു ധാരണ ഉണ്ട്, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുക പിന്നെ തൗബ ചെയ്യുക, പിന്നെ തെറ്റ് ചെയ്യുക പിന്നെ തൗബ ചെയ്യുക, പിന്നെ തെറ്റ് ചെയ്യുക പിന്നെ തൗബ ചെയ്യുക. ഇതിനെക്കുറിച്ച് മഹാന്മാര് എഴുതി വെക്കുമ്പോൾ പറയുന്നുണ്ട്, മോനെ, നീ ഒരു തെറ്റ് തൗബ ചെയ്തു, ആ തൗബയിലൂടെ ഒന്നാമത്തെ തെറ്റ് പുറത്തു, പിന്നെ ഈ തെറ്റ് ചെയ്ത് അടുത്ത ഒരു തൗബക്ക് മുമ്പ് നീ മരിച്ചു പോയാലോ, അല്ലെങ്കിൽ അടുത്ത തൗബ നിന്റെ കടുപ്പം കൊണ്ട് അള്ളാഹു സ്വീകരിക്കാതിരുന്നാലോ, ആ പേടി നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ആ ഭയം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. പിന്നെ ഒരു തെറ്റ് ചെയ്താല് അത് തൗബയിലൂടെ പൊറുപ്പിച്ചു എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താ? ശരിക്ക് എന്താ അതിന്റെ താല്പര്യം? ഒരു ഹറാമ് ചെയ്താൽ ആ ഹറാമിനെ തൗബയിലൂടെ പൊറുപ്പിച്ചു എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താ? ആ തെറ്റിന്റെ കാരണം കൊണ്ട് ഇനി അയാൾക്ക് നരകശിക്ഷ ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ അതിന്റെ താല്പര്യം. അല്ലാതെ അതിന്റെ ദുരന്തങ്ങൾ ഉണ്ടാവില്ല എന്നൊന്നും അതിന്റെ താല്പര്യമില്ല. ചിലപ്പോ അതിന്റെ ദുരന്തങ്ങൾ ഈ ദുനിയാവിലോ ആഖിറത്തിലോ ഉണ്ടായേക്കാം. മിസ്കാല ദർറത്തിൻ ശർറൻ യറാ, ചെയ്തില്ലേ തെറ്റ്, യറാ, ഇനി അതിന്റെ ദുരന്തം കാണാനുള്ള സാധ്യത കൂടുതലാണ്. തൗബ സ്വീകരിച്ചാൽ ആ തെറ്റിന്റെ കാരണം കൊണ്ട് ഇനി നരകത്തിൽ പോവില്ല.